ഹായ് അസ്സലാമു അലൈക്കും. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു യാത്രയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടോളൂ. ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഒരു ചെറിയ ഓട്ടപ്പാച്ചിലൂടെയാണ്. നേരത്തെ ഇറങ്ങണം, ട്രാഫിക് ഒഴിവാക്കണം എന്നൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാ പ്ലാനും പേപ്പറിൽ മാത്രമല്ലേ വർക്ക് ആവാറുള്ളൂ. അപ്പോൾ ഒടുവിൽ ഞങ്ങളൊരു 6 മണിയോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ രാവിലത്തെ തിരക്കിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ വയറ് വിളിച്ചു തുടങ്ങി. ഇനി വണ്ടി ഓടിച്ചാൽ മാത്രം പോരാ, എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ യാത്ര പോകുമ്പോൾ ഭക്ഷണം സമയത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നീട് മുഴുവൻ മൂടും പോകും. അപ്പോൾ അപ്പോഴേക്കും മോനും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ ഒരു കണ്ണ് മാത്രം തുറന്ന് ചുറ്റും നോക്കുന്നു. അപ്പോൾ കിടന്ന സ്ഥലമല്ല, വീടല്ല, ആളുകൾ മാറി. അപ്പോൾ ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ ചിരി വരും. ഞാൻ എവിടെയാണ് എന്നൊരു ഭാവമായിരുന്നു. അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്ന്. ഇവിടെ നിന്ന് ഏകദേശം 4 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ റോഡും ട്രാഫിക്കും കണ്ടിട്ട് 4 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ 4 മണിക്കൂർ, ചിലപ്പോൾ 6 മണിക്കൂർ, ചിലപ്പോൾ അള്ളാഹുവിനറിയാം. അങ്ങനെ യാത്രയൊക്കെ തുടർന്ന് ഒടുവിൽ ഞങ്ങൾ എത്തിയത് NYL ഹീലിംഗ് സെൻറ്ററിലേക്കാണ്. ഏകദേശം 10 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. നല്ല തിരക്ക്, കാറ് പാർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം കിട്ടാനില്ല. കുറച്ച് നേരം വട്ടം ചുറ്റിയിട്ടാണ് പാർക്കിംഗ് കിട്ടിയത്. പിന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത്രയും തിരക്ക് എന്ന് പിന്നീട് മനസ്സിലായി. പുതിയതായി ട്രീറ്റ്മെൻറ്റിന് വരുന്നവരും സ്ഥിരമായി ചികിത്സിച്ച് തുടരുന്നവരും എല്ലാം കൂടുതലായി വരുന്നത് തിങ്കളാഴ്ചയിലാണത്ര. പിന്നെ രജിസ്ട്രേഷനിലുള്ള ക്യൂ ആണ്. ഓരോ കൗണ്ടറിലും ആളുകൾ കുറച്ച് സമയം എടുത്തെങ്കിലും എല്ലാ നടപടികളും വേഗം പൂർത്തിയാക്കി. അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത ടാസ്ക് റൂം കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ റൂം റെഡിയാകാൻ കുറച്ച് സമയം എടുത്ത്. അപ്പോൾ അതുവരെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് ഒടുവിൽ റൂമൊക്കെ കിട്ടി. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റൂം ഇതാണ്, 3 ബെഡുകളുള്ള ഒരു റൂം. അപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഫീലുണ്ട്. പിന്നെ റൂം വൃത്തിയായി സൂക്ഷിച്ചിട്ടിരിക്കുകയാണ്. ബാത്റൂമും നല്ല ക്ലീനാണ്. അപ്പോൾ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2-3 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലായിടത്തും ഇപ്പോൾ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. അങ്ങനെ റൂമിൽ ഒരു കബോർഡും മറ്റ് ആവശ്യമായ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ബെഡ് കണ്ടപ്പോൾ തോന്നി 5 ദിവസമല്ലേ അഡ്ജസ്റ്റ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഒരു ചെറിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ട് ഇവിടെ ബെഡ്ഷീറ്റ് മാത്രമാണ് നൽകുന്നത്. അപ്പോൾ റൂം AC ആണെങ്കിലും ബ്ലാങ്കറ്റ് നൽകണില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് രാത്രി AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബ്ലാങ്കറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുക. അപ്പോൾ റൂമൊക്കെ കണ്ട് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഇനി കുളിച്ച് ഫ്രഷായി ട്രീറ്റ്മെൻറ്റിന് പോകാനാണ് പ്ലാൻ. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമാണ്. അതുകൊണ്ട് ചെറിയൊരു ആകാംക്ഷയും കൗതുകവും ഒക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും മുമ്പ് NYL ഹീലിംഗ് സെൻറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. നിങ്ങളുടെ അനുഭവങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾക്കും ഒരു കൂടുതൽ ധാരണ കിട്ടും. അതുപോലെ ഇതേ സ്ഥലത്തേക്ക് വരാൻ ആഗ്രഹിക്കണ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ ഏകദേശം 11:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ട്രീറ്റ്മെൻറ്റിന് മുൻപ് ഒരു ക്ലാസ് ഉണ്ടാവും. ഏകദേശം 2 മണിക്കൂർ നീളുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ ആ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. സത്യത്തിൽ എനിക്കിതൊരു പുതിയ അനുഭവമാണ്. ഇങ്ങനൊരു ഹീലിംഗ് ട്രീറ്റ്മെൻറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നവരിൽ ഒരുപാട് പേർക്ക് നല്ല മാറ്റങ്ങളും ആശ്വാസവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഇവിടെ വരുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ സമയം എങ്ങനെയൊക്കെയോ പോയി. ഒരു 3 മണിക്കൂറോളം നീണ്ടിരുന്ന് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴും ഉച്ചയും കഴിഞ്ഞിരുന്നു. അപ്പോൾ 12:30ക്ക് തുടങ്ങിയ പരിപാടി അവസാനിക്കുമ്പോഴേക്കും ഏകദേശം 5:30 മണിയായി. ഇതിനിടയിൽ മക്കളെ റൂമിലാക്കി ഞാൻ ഇടയ്ക്ക് ക്ലാസ് കേൾക്കാൻ വന്നിരുന്നു. പക്ഷേ മനസ്സ് മുഴുവൻ ക്ലാസ്സിലായിരുന്നില്ല. മക്കൾ റൂമിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടിട്ടില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ വലിയ വിശപ്പൊന്നുമില്ല. ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നിരുന്നേ, അത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി വൈകുന്നേരം എന്താണ് കഴിക്കാൻ കിട്ടുക എന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇന്നത്തേക്കുള്ള ഹീലിംഗ് സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഹീലിംഗ് നാളെയാണ്. അപ്പോൾ ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ അനുഭവങ്ങളും പുതിയ ആളുകളെയും പരിചയപ്പെടാനൊക്കെ സാധിച്ചു. ഇനി നാളെ എന്തൊക്കെ അനുഭവങ്ങളെന്ന് കണ്ടറിയാം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും വ്യത്യസ്തമായി തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് എന്തൊക്കെ അസുഖങ്ങളാണെന്ന് ആരോടും പോയി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പകരം ഒരു നോട്ട്ബുക്കും പേനയും കയ്യിൽ കരുതാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വേദനകളും അസ്വസ്ഥതകളൊക്കെ അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ ബുക്കിൽ എഴുതി വെക്കാം. പിന്നീട് ഹീലിംഗ് കഴിഞ്ഞ് അടുത്ത ദിവസം ആ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ടെന്ന് സ്വയം വിലയിരുത്താം. നല്ല മാറ്റം തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ നേരെ മാറ്റം ഉണ്ടെന്ന് എഴുതി വെക്കുക. മാറ്റമില്ലാത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ വിടാം.
ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പ്രധാന ഹീലിംഗ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ്സിനിടയിൽ ഒരു ട്രയൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു. അത് വേറൊരു ഡെമോ ആണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അവിടെ കണ്ടത് വേറൊരു അനുഭവമായിരുന്നു. ആ ട്രയൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ശേഷം പലരും എഴുന്നേറ്റ് നിന്ന് അവരുടെ അനുഭവപ്പെട്ട മാറ്റങ്ങൾ പറയണ്ടായിരുന്നു. ചിലർക്ക് വേദന കുറഞ്ഞ്, ചിലർക്ക് ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞ പോലെ തോന്നി, ചിലർക്ക് മറ്റ് മാറ്റങ്ങൾ അനുഭവപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്നവർക്കും ഒരു പോസിറ്റീവ് ഫീല്, പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരായ ഞങ്ങൾക്കും ഇതെല്ലാം കണ്ടപ്പോൾ ഒരു കൗതുകവും ആകാംക്ഷയൊക്കെ കൂടുക ചെയ്തത്. അപ്പോൾ ഇവിടെ അടുത്തൊന്നും വലിയ ഹോട്ടലുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് തട്ടേക്കാട് സൈഡിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മാറിയൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അത് ഈ സെൻറ്ററുമായി ബന്ധപ്പെട്ട ആളുടെ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതല്ലാണ്ട് ഇപ്പുറത്തൊക്കെ കാണാൻ ചെറിയ ചെറിയ ഹോട്ടല്, തട്ടുകട സ്റ്റൈലുള്ള കടകളാണ്. അപ്പോൾ വൈകുന്നേരം അടുത്തുള്ളൊരു ഹോട്ടലിലേക്കാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നല്ല റഷ്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കാനോ എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയി വന്നുകൊണ്ട് തന്നെ ഇരിക്കാൻ പോലും സീറ്റ് കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ആദ്യം ഈ സ്ഥലം ഒന്ന് നടന്ന് കണ്ട് പരിചയപ്പെടാമെന്ന്. അപ്പോൾ ആദ്യമായിട്ട് വന്ന സ്ഥലമല്ല, അതുകൊണ്ട് ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടറിയാൻ വേണ്ടി കുറച്ച് നടക്കാൻ ഇറങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിപ്സിൻ്റെ ഷോപ്പിലെത്തി. ഇനി ഇവിടെ കടകളോ ഒക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ബേക്കറികൾ പോലൊന്നല്ല, കൂടുതൽ വീട്ടിൽ തയ്യാറാക്കി വറുത്ത് വെച്ച സാധനങ്ങൾ പോലെ തോന്നി. നാട്ടിൻപുറത്തെ ബേക്കറി ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് കാണുന്ന പോലെ ഷെൽഫുകളും നിറയെ കേക്കും പപ്സും ബിസ്ക്കറ്റും ഒന്നുമല്ല ഇവിടെ. കൂടുതൽ പാക്കറ്റായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. കാണാനും ഒരു വ്യത്യസ്ത ഫീല് തന്നെ തോന്നി. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ രാത്രി എന്താണ് കഴിക്കണമെന്ന് പിന്നീട് നോക്കാമല്ലോ. അപ്പോൾ ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി രാത്രി 8 മണിക്ക് മുൻപ് തന്നെ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളും അതുപോലെ തന്നെ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോകാം. ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും ആദ്യ ദിവസം ആയതുകൊണ്ട് എല്ലാം ഒന്ന് മനസ്സിലാക്കി വരികയാണ്. നാളെ മുതൽ കാര്യങ്ങൾ കുറച്ചും കൂടി സെറ്റാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ കാലിന് ചെറിയ വേദനയോ തളർച്ചയോ ഒക്കെ ഉള്ളവർക്ക് ഇവിടെ നടക്കാൻ നല്ല സൗകര്യമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ വലിയ ടെൻഷനൊന്നും വേണ്ട. ലിഫ്റ്റ് ഉണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ നൈറ്റ് കാഴ്ചകൾ. അപ്പോൾ രാത്രി ആയാൽ ഈ സ്ഥലം കാണാത്തതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് നല്ലൊരു ശാന്തമായ അന്തരീക്ഷമാണ്. ഇവിടുത്തെ ഡോക്ടർ സാർ ഒരു കാര്യം പറഞ്ഞു, ട്രീറ്റ്മെൻറ്റിന് കുറച്ച് മുമ്പ് ഈ മെറ്റലുള്ള ഭാഗത്തിൽ കൂടെ ചെരുപ്പില്ലാണ്ട് നടക്കുന്നത് നല്ലതാണെന്ന്. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഹീലിങ്ങിന് എഫക്റ്റ് കൂടുതൽ ലഭിക്കാൻ സഹായിക്കും എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഹീലിങ്ങിന് മുമ്പായിട്ട് ചെരുപ്പില്ലാണ്ട് നടന്നിരുന്നു. ചിലർ ഒറ്റയ്ക്കും കൂട്ടായിട്ടൊക്കെ നടക്കുന്നുണ്ട്. സാധാരണ പകൽ സമയം ഇവിടെ നല്ല തിരക്കായിരിക്കും. പക്ഷേ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. അതുകൊണ്ട് സ്ഥലമൊക്കെ വളരെ ശാന്തമായാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന NYL ഹീലിംഗ് സെൻറ്ററിൻ്റെ നൈറ്റ് വൈബ്. പകൽ കണ്ട സ്ഥലമൊന്നുമല്ല, വ്യത്യസ്തമായൊരു ഫീലാണ് രാത്രിയിൽ ഇവിടെ കിട്ടുന്നത്. പിന്നെ മോനും വിശക്കാതിരിക്കാൻ കുറച്ച് പാലും റോബസ്റ്റ പഴം വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ഇവിടെയുള്ള കടകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണാൻ പറ്റിയത്. അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് മുഴുവൻ നമ്മുടെ ടൗൺ ഏരിയകളിൽ പോലെ ഒന്നല്ല, ചെറിയ ചെറിയ കടകളാണ് കൂടുതലായും കാണുന്നത്. നാട്ടിൻപുറത്തിൻ്റെ ഒരു ഫീല് തരുന്ന കടകൾ. വലിയ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ ഒന്നുമല്ല. അത്യാവശ്യമായ സാധനങ്ങൾ കിട്ടാനുള്ള ചെറിയ കടകളും ബേക്കറികളും ചായക്കടകളൊക്കെയാണ് കൂടുതലും. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയും അത് തന്നെയാണ്. വലിയ തിരക്കോ നഗരത്തിൻ്റെ ബഹളങ്ങളോ ഒന്നുമില്ല, ശാന്തമായൊരു അന്തരീക്ഷം. ആദ്യ ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ ഓരോ സ്ഥലവും പതിയെ പരിചയപ്പെട്ട് വരികയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലഗേജ് ഒന്നും കാണിച്ചില്ലല്ലോ എന്ന്. സത്യത്തിൽ ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ആദ്യം ആവശ്യ സാധനങ്ങൾ മാത്രം എടുത്തത്. പിന്നെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയതിനു ശേഷം നൈറ്റ് ലഗേജ് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ രാത്രി ലഗേജ് ഇട്ട് പോവാണ്. ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ വിശേഷങ്ങൾ തുടർന്നുള്ള അനുഭവങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെക്കണേ. നിങ്ങൾ ആരെങ്കിലും മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.